ISL ഈ സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് 4 മത്സരങ്ങൾ മാത്രമാണ്. ഈ 4 മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധ്യത പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ളൂ. നിലവിൽ ഇപ്പം പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. 24 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അപ്പൊ അടുത്ത 4 മത്സരങ്ങളും വിജയിക്കാൻ സാധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് 36-ലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്ലേ ഓഫിൽ കടക്കാനുള്ള ഒരു സാധ്യത മുന്നോട്ടുണ്ടാകും. കാരണം മറ്റു ടീമുകളുടെ പെർഫോമൻസ് ഇതിലൊരു നിർണായക ഘടകം തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ള ഒരു സാധ്യത ഇനി അതാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കലി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. ഇനിയിപ്പോൾ ഈ മത്സരം തോറ്റാൽ പിന്നെ അടുത്ത 3 മത്സരങ്ങൾ വിജയിച്ചാലും ഒരു നേരിയ സാധ്യതയൊക്കെ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കിങ്ങനെ പ്രത്യാശിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓരോ മത്സരങ്ങളിലും ഇനി വിജയം അനിവാര്യമാണ്. കാരണം അടുത്ത 4 മത്സരങ്ങളും ഒരു നോക്കൗട്ട് സ്റ്റൈലിൽ കാണുക, 4 മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു വകയുള്ളൂ ഈ സീസണിൽ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടു. ആദ്യം നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് അറ്റാക്ക് ചെയ്തു, പിന്നീട് അവസാനം പരാജയത്തിലേക്ക് പോയതാണ്. അപ്പം ആ ഒരു ആത്മവിശ്വാസക്കുറവ് ഇനിയിപ്പം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇനി ഒരു എവേ പോരാട്ടമാണ് ഗോവയ്ക്കെതിരെ വരുന്നത്. അപ്പം ഗോവയ്ക്കെതിരെ ആദ്യ ലെഗിൽ 1-0 നമ്മൾ പരാജയപ്പെട്ടിരുന്നു കൊച്ചിയിൽ. അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു, പക്ഷേ ഗോൾ നേടാൻ പറ്റിയില്ല. അവരാണ് കിട്ടിയ അവസരം മുതലാക്കി ബോറിസ് സിംഗിന്റെ ഗോളിൽ ഗോവ വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ മോഹൻ ബഗാനെതിരെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 25 മിനിറ്റോളം ഗംഭീര അറ്റാക്ക് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു ഇപ്പം ഗോൾ വീഴും എന്നുള്ളത്. പക്ഷെ ഒറ്റ ഗോൾ പോലും നേടാൻ സാധിച്ചില്ല. കിട്ടിയ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഫൈനൽ തേർഡിലെ പ്രശ്നം ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോഴും ഒരു ആൻസർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രതിരോധത്തിലെയും ഗോൾ കീപ്പറുടെയും പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. അതിനൊപ്പം തന്നെ ഫൈനൽ തേർഡിൽ കറക്റ്റായിട്ട് ഫൈനൽ തേർഡിൽ റിസൾട്ട് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. അതായത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ പറ്റുന്നില്ല. നല്ലൊരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ഹിമനസ് ആ ഒരു പാർട്ട് ഒരു പരിധിവരെ ഈ സീസണിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹിമനസിനൊപ്പം ആരും ആ രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഹിമനസിനൊന്ന് പൂട്ടുകയാണെങ്കിൽ സിറ്റുവേഷൻ ഗോൾ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് വളരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഗോവ എന്ന് പറഞ്ഞ അവസാന മത്സരത്തിൽ 3-1 മുംബൈയെ തോൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ടെൻഷനും ഇല്ല. ഓൾറെഡി മോഹൻ ബഗാൻ ഷീൽഡ് ഏതാണ്ട് ഉറപ്പിച്ചു, പക്ഷെ ഗോവ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്, അതും സ്വന്തം മൈതാനത്ത്. ബ്ലാസ്റ്റേഴ്സ് 2016 സീസണിലായതുകൊണ്ട് അവസാനമായിട്ട് ഫട്ടോഡയിൽ ഒരു മത്സരം ജയിച്ചു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് ഫട്ടോഡയിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഫട്ടോഡയിൽ പോയി ഗോവയെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഡോണ്ടിങ് ടാസ്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് വരികയാണെങ്കിൽ ഹോർമിപ്പാം ഇല്ല, ഹോർമിപ്പാമിന്റെ സസ്പെൻഷനാണ്. അപ്പൊ ഹോർമിപ്പാമിന്റെ അഭാവത്തിൽ സെൻട്രൽ ബാക്ക് ആയിട്ട് ദുസാൻ ലഗാറ്റോർ കളിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ലഗാറ്റോർ ആണെങ്കിലും അരങ്ങേറ്റമൊക്കെ കുറിച്ചെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിലും ഒന്നും ഇടപിടിക്കാൻ പറ്റാതെ അവസാനമൊക്കെയാണ് വന്നിട്ട് കളിക്കുന്നത്. അപ്പം ലഗാറ്റോർ ഒരു പ്രധാനപ്പെട്ട താരം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നതാണ്, വിദേശ താരമാണ്. അപ്പം അദ്ദേഹത്തിന് നല്ലൊരു അവസരം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെന്റർ ബാക്ക് ആയിട്ടും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലും സെന്റർ ബാക്ക് എന്നുള്ള രീതിയിൽ ഒരുപോലെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ലഗാറ്റർ. അപ്പൊ അവസാനമായിട്ടൊക്കെ അദ്ദേഹം ഹംഗേറിയൻ ലീഗിലൊക്കെ സെന്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചത്. അപ്പൊ ലഗാറ്റർ മിലോസിനൊപ്പം സെന്റർ ബാക്കുകളായിട്ട് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ മുന്നേറ്റ നിരയിൽ ഒരു താരത്തെ ബലി കഴിപ്പിക്കേണ്ടി വരും. കാരണം ഒരു വിദേശ താരത്തെ, കാരണം 4 വിദേശ താരങ്ങളെ മാത്രമേ നമുക്ക് സ്റ്റാർട്ടിംഗ് 11 കളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മിക്കവാറും പെപ്രയ്ക്ക് പകരം ഇഷാൻ പണ്ഡിത കളിച്ചേക്കാന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇഷാൻ പണ്ഡിത നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, കാരണം അദ്ദേഹം നല്ലൊരു ഗോൾ സ്കോററൊക്കെയാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പരിക്കൊക്കെ കാരണം അദ്ദേഹത്തിന് കളിക്കാനോ വേണ്ടത്ര അവസരമൊന്നും ലഭിച്ചില്ല. അപ്പം ഇഷാൻ പണ്ഡിതയും ഹിമനസും മുന്നേറ്റ നിരയിൽ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്രഷ് ലൈനിൽ ഒരു മത്സരത്തെ സമീപിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. പിന്നെ ഗോൾ കീപ്പറുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ഒരു സംശയം. സച്ചിൻ സുരേഷിനെ വീണ്ടും ഇറക്കുമോ? തുടർച്ചയായിട്ട് ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ സച്ചിനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് എന്തിനാണ് ഇങ്ങനെ ആശ്രയിക്കുന്നത്? കമൽജിത്തിനെ ഒരു അവസരം കൊടുത്തൂടെ എന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട്. അപ്പൊ എങ്ങനെ വരുമെന്ന് അറിയില്ല. TG പുരുഷോത്തമനും ഷോർസും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ നോഹയുടെ ഒരു അഭാവം തന്നെയാണ്. നോഹ എന്തായാലും ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ പരിക്ക് മാറിയിട്ടില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു നോക്കൗട്ട് സ്റ്റൈലിൽ ഈ മത്സരത്തെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അല്ലാതെ കാര്യമില്ല. കാരണം ഗോവയ്ക്കെതിരെയുള്ള മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ അടുത്ത 3 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മറ്റു ടീമുകളുടെ ഭാഗത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിനിടയ്ക്ക് സഹായമൊക്കെ കിട്ടുന്നുണ്ട്. അവരിടയ്ക്ക്
സമനിലയിലെത്തുന്നു, അവരുടെ പോയിന്റ് ഡ്രോപ്പ് ആവുന്നു, ഇതൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിലവിൽ ഇപ്പം നമ്മൾ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, 24 പോയിന്റ് ആണുള്ളത്. നമ്മുടെ സെയിം പോയിന്റുമായിട്ട് 2 ടീമുകൾ താഴെയുണ്ട്. അതുകൂടാതെ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒഡീഷയ്ക്ക് 29 പോയിന്റ് ഉണ്ട്. പിന്നെ ഗോവയിലേക്ക് വരികയാണെങ്കിൽ ഗോവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരുടെ ഡിഫൻസ്, കിടിലൻ ഡിഫൻസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ജിങ്കൻ, പഴയ ജിങ്കനും പിന്നെ അതുകൂടാതെ ഒഡയുമാണ് അവരുടെ സെന്റർ ബാക്ക് പേയേഴ്സ്. പിന്നെ അതുകൂടാതെ ഗോൾ കീപ്പർ ഹൃതിക് തിവാരി നല്ല ഗോൾ കീപ്പറാണ്, നല്ല ഫോമിൽ കളിക്കുന്ന, നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. പിന്നെ ബോറിസ് സിംഗിനെ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ അതുകൂടാതെ മിഡ്ഫീൽഡിൽ മാഗ്ഹ്യൂവിന്റെ സാന്നിധ്യമുണ്ട്, ബ്രൻഡൻ ഫെർണാണ്ടസ്, പിന്നെ അതുകൂടാതെ ഈ ഐക്കർ ഗൊരച്ചേന. അപ്പോൾ അവരുടെ മുന്നേറ്റ നിരയൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്ന നല്ല വിദേശ താരങ്ങളും നല്ല ഇന്ത്യൻ താരങ്ങളുടെ ഒരു സമ്മിശ്രമായ ടീമാണ് ഗോവ. അർമാൻഡോ സാദിഖോ ഒക്കെ സബായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. വേണ്ട രീതിയിൽ ഫോമിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആകെ ബ്ലാസ്റ്റേഴ്സിനുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലേ മേക്കർ എന്നൊക്കെ പറയുന്ന ബോർഹ ഹെരേരയ്ക്ക് മത്സരം നഷ്ടമാകും, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം നേടാൻ FC ഗോവയുടെ മണ്ണിൽ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.